ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഇവിടെ കൊറോണ സെൻറ്ററിൽ ഡ്യൂട്ടിയാണ്, അതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പിലിരുന്ന് വീഡിയോ ചെയ്യുന്നത്. ക്ഷമിക്കുക, ചിലപ്പോൾ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രഞ്ച് സിനിമയുമായിട്ടാണ്. 7 Days എന്നാണ് ചിത്രത്തിൻ്റെ പേര്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കഥ, ശരിക്കും ഇന്നത്തെ സമൂഹത്തിൽ വേണ്ട ഒരു കഥ എന്ന് തോന്നിപ്പോയൊരു സിനിമയാണിത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഒരു CID ഓഫീസറെ കാണിക്കുന്നു. അദ്ദേഹം രാവിലെ തന്നെ എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് TV-യിൽ ഒരു കൊലപാതക സീൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു ആശുപത്രിയിൽ നടക്കുന്ന സർജറി കാണിക്കുന്നു. നമ്മുടെ ഹീറോയാണ് സർജറി ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹീറോ ഒരു ഡോക്ടറാണ്. സർജറിയൊക്കെ കഴിഞ്ഞ് തൻ്റെ മകളോടൊപ്പം അയാളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാഡി, നിങ്ങൾ അടിപൊളിയാണ്, ഭയങ്കര സൂപ്പറാണ്, കാരണം നിങ്ങളെല്ലാ പേഷ്യൻറ്റിനെയും നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ ജീവൻ രക്ഷപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പറായിട്ട് സംസാരിച്ചുകൊണ്ട് പോവുകയാണ് പുള്ളിക്കാരൻ്റെ മകൾ. അടുത്ത സീനിൽ നമ്മുടെ ഡോക്ടറും മകളും ഭാര്യയും ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ മോളുടെ ബർത്ത്ഡേ 2 ആഴ്ചക്കുള്ളിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മോള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും കൂടി വരണമെന്ന് അവൾ പറയുന്നു. പക്ഷേ പുള്ളിക്കാരന് ടയേർഡായതുകൊണ്ട് തന്നെ പോകുന്നില്ല. മോൾ ഒറ്റയ്ക്ക് പോയാൽ മതി, മോള് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവളെ മാത്രം സ്കൂളിലേക്ക് അയക്കുന്നു. ശേഷം നായൻ പോയി കിടന്നുറങ്ങുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ എഴുന്നേറ്റപ്പോഴേക്കും പുള്ളിക്കാരൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന ഒരു ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നു. അവൻ അദ്ദേഹത്തിനോട് ചോദിക്കും, എന്തുപറ്റി, അവൾക്ക് സുഖമില്ലേ, അവൾ എന്തുകൊണ്ടാണ് സ്കൂളിലേക്ക് വരാഞ്ഞത് എന്ന്. ഇവൻ ആകെ ഞെട്ടി അന്തം വിട്ടു പോകും. ഉടനെ തന്നെ അദ്ദേഹം പോലീസിനെ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ പറയും. പോലീസ് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഡോക്ടറെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. നിങ്ങളുടെ മകൾ എവിടെയൊക്കെ പോകാറുണ്ട്, എവിടെയൊക്കെ പോയിട്ട് കളിക്കാറുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കാണിച്ചതാ, നമുക്ക് അവിടെ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെയും കൂട്ടിയിട്ട് ആ പോലീസുകാരൻ പുറത്തേക്ക് പോകുന്നു. ആ കുഞ്ഞിന് സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഒരു ചെറിയ കാട്ടുപ്രദേശം പോലെയുള്ള സ്ഥലം പാസ് ചെയ്തിട്ട് വേണം പോകാൻ. ഒരുപാട് വീടുകളൊന്നും ഇല്ലാത്ത ഒരു പൊന്തക്കാടൊക്കെയുള്ള സ്ഥലം. അങ്ങനെ അവർ ആ വഴി പാസ് ചെയ്യുന്നതിനിടയിൽ പോലീസുകാരൻ ആ പൊന്തക്കാട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നു. അവിടെ ആ അച്ഛനും പോലീസുകാരും കണ്ട കാഴ്ച വളരെ ദാരുണമായ ഒന്നായിരുന്നു. വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു കുഞ്ഞിനെ ഏതോ ഒരു പരനാറി റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നു. എന്നിട്ട് ആ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. ഒരച്ഛനും ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു അവസ്ഥ. മനസ്സൊടഞ്ഞ് കരഞ്ഞുപോയി ആ പാവം മനുഷ്യൻ. ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നു ആ പാവം അനുഭവിച്ചത്. ആ സീൻ അവിടെ കട്ടാവുന്നു. അതിനുശേഷം ഡോക്ടറുടെ ഭാര്യ മകൾക്ക് എന്തു പറ്റിയെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെ ആ സീനും കട്ടാവുന്നു. ആ സംഭവത്തിന് ശേഷം 4 ദിവസങ്ങൾ കഴിഞ്ഞു. ഡോക്ടറും ഭാര്യയും ഇപ്പോഴും വളരെ വിഷമത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് തുടക്കത്തിൽ ഒരു CBI ഓഫീസറെ കാണിച്ചിരുന്നില്ലേ, പുള്ളിക്കാരൻ ഡോക്ടറെ വിളിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ മകളെ കൊന്നയാളെ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നും അവന് വേണ്ട ശിക്ഷ ഞങ്ങൾ വാങ്ങിക്കൊടുക്കുമെന്നും പറയുന്നു. ആ കൊലയാളിയാകട്ടെ എന്തോ വലിയ കാര്യം താൻ ചെയ്തതുപോലെയാണ് മീഡിയക്കാരുടെ മുന്നിലൊക്കെ നടന്ന് നേരെ പോലീസുകാരുടെ കാറിൽ കയറിയിരിക്കുന്നത്. TV-യിലൂടെ ഇത് കണ്ട ഡോക്ടറുടെ ഭാര്യ കരഞ്ഞുകൊണ്ട് ഡോക്ടറോട് ചോദിക്കും, ആ പരനാറി മോന് എത്ര വർഷത്തെ ശിക്ഷ ലഭിക്കുമെന്ന്. അപ്പോൾ ഡോക്ടർ പറയും, ഒരു 15 മുതൽ 25 വർഷം വരെ ലഭിച്ചേക്കാം. അത് കേട്ടതോടുകൂടി ആ അമ്മ നെഞ്ചു പൊട്ടി കരയാൻ തുടങ്ങി. എൻ്റെ മകളെ കൊന്നവന് വെറും 25 വർഷം മാത്രമാണോ ഈ നിയമം ശിക്ഷ നൽകുക എന്ന് കരഞ്ഞുകൊണ്ട് ആ അമ്മ പറയുന്നു. അതുകൂടി കേട്ടതോടെ ആ ഡോക്ടറുടെ മനസ്സൊന്ന് പിടഞ്ഞു. അവന് വിഷമം താങ്ങാനായില്ല. തൻ്റെ മകൾ മരിച്ച ആ സ്ഥലത്ത് പോയി അവൻ കുറേ നേരം നിൽക്കുന്നു. എങ്ങനെയെങ്കിലും ആ കൊലയാളിയോട് റിവെഞ്ച് തീർക്കണമെന്ന് ആ അച്ഛൻ തീരുമാനിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന് നുണ പറഞ്ഞ് നമ്മുടെ ഡോക്ടർ ആരോടും പറയാതെ ഒരു കോട്ടേജിലേക്ക് പോകുന്നു. അവിടെ ഒരാളെ ടോർച്ചർ ചെയ്യാൻ എന്തൊക്കെ വേണമോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അയാൾ സെറ്റ് ചെയ്യുന്നു. കുറച്ച് ഭക്ഷണ സാധനങ്ങളും സർജറിക്ക് വേണ്ട സാധനങ്ങളും അങ്ങനെ കുറേയേറെ സാധനങ്ങൾ അയാൾ ആ മുറിയിൽ സെറ്റ് ചെയ്യുന്നു. ആ വീട് അയാളതല്ല കേട്ടോ, കാടിനുള്ളിൽ അയാൾ കണ്ടുപിടിച്ചതാണ്. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഭാര്യ ഡോക്ടറോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ പുള്ളിക്കാരൻ പറയും, ഞാൻ ദിവസവും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്ന് എനിക്ക് അറിയാവുന്നതല്ലേ, പിന്നെന്താ ഈ ഒരു ചോദ്യം? ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിരുന്നു, പക്ഷേ നിങ്ങൾ അവിടെ എത്തിയിട്ടില്ല എന്നാണ് മറുപടി എനിക്ക് ലഭിച്ചത്. അത് കേട്ടപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. തൊട്ടടുത്ത സീനിൽ നമ്മുടെ ഹീറോ ഒരാളോട് സംസാരിക്കുകയാണ്. അവൻ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് $20,000 ആവശ്യപ്പെടുന്നു. ഡോക്ടർ ഒരു മടിയും കൂടാതെ അത് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്താണ് അവരുടെ പ്ലാൻ എന്ന് മനസ്സിലായോ? തൻ്റെ മകളെ കൊന്ന ആ കൊലപാതകിയെ പോലീസുകാരുടെ അടുക്കൽ നിന്നും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം ജയിലിൽ നിന്നും ഒരു വാഹനം പുറപ്പെടുന്നു. അതിൻ്റെ പിന്നാലെ നമ്മുടെ ഡോക്ടർ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ആ വാഹനം അവിടെ നിൽക്കുന്നു. നായകൻ എന്താണെന്ന് പോയി നോക്കുന്ന സമയത്ത് ആ വണ്ടി
ഭാര്യയുടെ ഡ്രൈവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. പുള്ളിക്കാരൻ നേരെ അവനെ എടുത്ത് പുറത്തേക്ക് കടത്തിയിട്ട് ആ വാഹനവും മോഷ്ടിച്ചു പോകുന്നു. എല്ലാ പോലീസുകാരും അതിന്റെ പിന്നാലെ പോയെങ്കിലും നായകനെ പിടിക്കാൻ സാധിച്ചില്ല. പോലീസുകാരിൽ നിന്നും രക്ഷപ്പെട്ട നായകൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുന്നു. അതിനുശേഷം ആ ട്രക്കിന്റെ പിൻഭാഗം തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ആ കൊലപാതകിയുണ്ട്. എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ആ കൊലപാതകി ചോദിക്കുന്നു. അപ്പോഴേക്കും നായകൻ ചാടിക്കേറി അവനെ ഒരു മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. തുടർന്ന് നേരത്തെ ഹീറോ ഈ വാൻ അടിച്ചുകൊണ്ട് പോയ സ്ഥലമുണ്ടല്ലോ, അവിടെ പോലീസുകാരൊക്കെ വന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നായകൻ വന്ന കാറ് അവിടെ നിൽപ്പുണ്ട്. ആ ഡിറ്റക്റ്റീവ് അവിടത്തേക്ക് വന്നിട്ട് ആ കാറൊക്കെ പരിശോധിക്കുന്നു. അതിൽ നായകനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ഉടനെ തന്നെ അവർ ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുന്നു. ഭാര്യ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭാര്യയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഭാര്യ പറയുന്നത് എനിക്കറിയില്ല, ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കും അതേ എവിടെ പോകാനാണ് സാധ്യത എന്ന്. അതും എനിക്കറിയില്ല, അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടെന്നാണ് എന്നോടും പറഞ്ഞിട്ടുള്ളത് എന്ന് ഭാര്യയും പറയുന്നു. തുടർന്ന് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. അവൻ ആ കൊലയാളിയെ പിടിച്ചു കൊണ്ടുവന്ന് നേരത്തെ അവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വീടുണ്ടായിരുന്നല്ലോ, അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ബോധമില്ലായിരുന്നു ഇത്രയും നേരം. ബോധം എഴുന്നേറ്റപ്പോൾ അവൻ ഒച്ച വയ്ക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. ഹീറോ അടുത്ത് പോയി നിന്നിട്ട് അവനോട് ചോദിക്കും നിനക്ക് ഒന്നും അറിയില്ലേ എന്ന്. അപ്പോൾ അവൻ പറയും എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. എന്നിട്ട് അവൻ ഡോക്ടറോട് പറയും ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം ആരാണ് നിങ്ങളുടെ മോളെ റേപ്പ് ചെയ്തത് എന്ന്. അത് കേട്ടപ്പോൾ ഡോക്ടർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അവിടെ ഉണ്ടായിരുന്ന ഒരു ചുറ്റി എടുത്തുകൊണ്ടുവന്ന് അവൻ്റെ മുട്ടിനൊരറ്റാട്ടി അവൻ വേദന കൊണ്ട് നിലവിളിച്ച് കരയുന്നു. നമ്മുടെ ഹീറോ ആവട്ടെ ഇത് നോക്കിയിരുന്ന് രസിക്കുകയാണ് ചെയ്തത്. അവൻ അനുഭവിക്കുന്ന വേദന കണ്ട് തൻ്റെ മനസ്സലിയരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അച്ഛൻ എപ്പോഴും മദ്യത്തിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. ഇതേ സമയം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന CCTVകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എങ്ങോട്ടേക്കാണ് പോയത്, ആരുടെ അടുത്ത് നിന്നൊക്കെയാണ് സഹായങ്ങൾ തേടിയത് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ആ കൊലയാളി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നായകൻ എന്ത് ചെയ്തു എന്നറിയോ, അവൻ്റെ മുഖത്തേക്ക് തന്നെ മൂത്രമൊഴിക്കുന്നു. എൻ്റെ മകളെ കൊന്നിട്ട് നിനക്കിപ്പോൾ ഉറക്കം വരുന്നോ, എന്ന് ഉറങ്ങടാ എന്നും പറഞ്ഞിട്ട് അവൻ ചുറ്റിക കൊണ്ടടിച്ച കൊലയാളിയുടെ കാലില്ലേ അവിടെ ചവിട്ടിയും കുത്തിയും ഒക്കെ അവനെ വേദനിപ്പിക്കുന്നു. അതിനുശേഷം നായകൻ അവിടെ ഇരുന്ന് ന്യൂസ് കാണുകയാണ്. ആ സമയത്ത് ആ കൊലയാളിയെ തട്ടിക്കൊണ്ടുപോയത് നായകനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വാർത്തയിൽ വരുന്നു. അത് കേട്ട ഉടനെ നായകൻ പോയിട്ട് നായികയെ ഫോൺ വിളിക്കുന്നു. പക്ഷെ ഇതൊക്കെ പോലീസുകാരും കേൾക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ഭാര്യയോട് പറയും ഞാനാണ് അവനെ കടത്തിക്കൊണ്ടുവന്നത്, ഇപ്പോൾ ഞാൻ അവൻ്റെ ഒരു മുട്ടുകാല് തല്ലി ഒടിച്ചു, ഇനി നിന്റെ ഇഷ്ടമാണ്, നീ എന്ത് പറയുന്നോ അത് ഞാൻ ചെയ്യും. അപ്പോൾ ഭാര്യ പറയും നിങ്ങൾ അവനെ വെറുതെ വിട്ടേക്ക്, എനിക്കിപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വലിയ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുത്, അവനെ ഒഴിവാക്കിയേക്ക് എന്ന് പറയുന്നു. അത് കേട്ടതോടെ ഡോക്ടർ പറയും നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി, നമ്മുടെ ദേവതയാണ് അവൻ റേപ്പ് ചെയ്ത് കൊന്നത്, എന്നിട്ടും നിനക്കിങ്ങനെ പറയാൻ തോന്നിയല്ലോ, വരുന്ന വെള്ളിയാഴ്ച അവളുടെ ബർത്ത്ഡേ ആണ്, അന്ന് ഞാൻ അവനെ അറുത്ത് കൊല്ലും, അതാണ് ഞാൻ എൻ്റെ മോൾക്ക് നൽകാൻ പോകുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് ഡോക്ടർ പറയുന്നു. അതേസമയം ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ആ ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ പറയും നിങ്ങൾ ഈ പഴിക്ക് പഴി വാങ്ങാൻ നിന്നാൽ അതൊന്നിനും ഒരു പരിഹാരമല്ല, നിങ്ങൾ അവനെ നിയമത്തിന് വിട്ടുകേൽക്കൂ, അല്ലാതെ ഈ രീതിയിൽ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ നോക്ക്, എൻ്റെ ഭാര്യയെ ഒരുത്തൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് വെറും $50 വേണ്ടിയിട്ടാണ് കൊന്നുകളഞ്ഞത്, എന്നിട്ട് ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തോ, അവനെ നിയമത്തിന് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയും നിങ്ങളുടെ ഭാര്യ മരിച്ചതിന് ശേഷം അവളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ, അത് ചെയ്തവനെ വെട്ടിക്കീറി കൊല്ലണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, പക്ഷെ അയാളെ നിങ്ങൾ വെറുതെ വിട്ടിട്ടുണ്ടാവും, അത് നിങ്ങളെ കൊണ്ടേ സാധിക്കൂ, എനിക്ക് സാധിക്കില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും, അവനെ വെട്ടിക്കീറി കൊല്ലാതെ എൻ്റെ ദേഷ്യം അടങ്ങില്ല, എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ അതെങ്കിലും ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അടുത്തത് പോലീസുകാരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ ആരെയൊക്കെയാണ് അവസാനമായിട്ട് കണ്ടത് എന്ന് കണ്ടുപിടിച്ച് അവരെയൊക്കെ ചോദ്യം ചെയ്യുകയാണ്. ആ സമയത്ത് അവിടെ നിന്നിരുന്ന ഒരു പോലീസുകാരൻ പറയും ഞാനാണ് ആ ഡോക്ടറുടെ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവൻ്റെ 2 ബോളുകൾ അരിഞ്ഞു കളഞ്ഞേനെ, എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ഡോക്ടറും അത് തന്നെയായിരിക്കും ചെയ്യുക എന്ന്. മറുവശത്ത് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. അദ്ദേഹം ആ നാറിയെ കെട്ടിയിട്ട് ചെയിൻ വെച്ച് അവൻ്റെ ദേഹമൊക്കെ അടിച്ച് പൊളിച്ച് തൊലി ഉരിച്ചെടുക്കുന്നു. മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ വേദന അത്ര കൃത്യമായിട്ട് ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ കൊലയാളിയോട് തോന്നുന്നൊരു ദേഷ്യമുണ്ടല്ലോ, അടി വാങ്ങ്, നീയൊക്കെ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ, നീയൊക്കെ ചെയ്തതിന് ഇത് തന്നെയാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് പോലും തോന്നിപ്പോകും. അടുത്ത ദിവസം പത്ര റിപ്പോർട്ടേഴ്സും മീഡിയക്കാരും ഒക്കെ വന്നിട്ട് നായകൻ്റെ ഭാര്യയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. പുള്ളിക്കാരി പറയും എൻ്റെ ഭർത്താവ് മകള് മരിച്ചതിൻ്റെ പേരിൽ കുറച്ച് ഭ്രാന്തമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ഉടനെ തന്നെ അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ. ഇത് നമ്മുടെ നായകൻ TV-യിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവൻ
ഉടനെ തന്നെ ഭാര്യയെ വിളിച്ചിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ചീത്ത വിളിക്കുന്നു. നമ്മുടെ പോലീസുകാരാകട്ടെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അതിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പറയും, നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്തിനാണ് ആ കൊലയാളിയെ സംരക്ഷിക്കാൻ പോകുന്നത്? ആ വൃത്തികെട്ടവനൊക്കെ ഇത് തന്നെയാണ് വേണ്ടത്. ഒരു പിഞ്ച് കുഞ്ഞിനോടാണ് അവൻ്റെ കാമം കാണിച്ചിരിക്കുന്നത്. അവൻ ഇതൊക്കെ തന്നെയാണ് ശിക്ഷ കിട്ടേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനില്ലേ, നമ്മുടെ ഡിറ്റക്റ്റീവ് എന്ന് ആദ്യം പറഞ്ഞത്, പുള്ളിക്കാരൻ പറയും, ഞാൻ സഹായിക്കാൻ ശ്രമിക്കുന്നത് ആ വൃത്തികെട്ടവനെയല്ല, ഡോക്ടറെയാണ്. ദേഷ്യം കൊണ്ട് ആ ഡോക്ടർ എന്തെങ്കിലും ചെയ്താൽ, അവനെ കൊന്നുകളഞ്ഞാൽ അയാൾ ഒരു കൊലപാതകയാണ്. നിയമത്തിന് മുന്നിൽ അയാൾ കുറ്റക്കാരനാണ്. എന്തൊക്കെ മനസാക്ഷിയുടെ മുന്നിൽ അയാൾ ചെയ്തത് സത്യമായാലും എന്ന് പറയുന്നു. അടുത്തത് ഡോക്ടർ എന്താണ് ചെയ്യാന്നറിയോ? അവൻ്റെ വയറ് കീറി അതിനുള്ളിൽ നിന്ന് എന്തോ പുറത്തെടുത്തിട്ട് അത് കുക്ക് ചെയ്ത് അവന് തന്നെ കഴിക്കാൻ കൊടുക്കുന്നു. ഊഫ്, ഒരു ഒന്നൊന്നര സീനായിരുന്നു അത്. ഇതേ സമയം പോലീസുകാർ നായകൻ്റെ ഫോൺ നമ്പറൊക്കെ ട്രേസ് ചെയ്തിട്ട് നായകനുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നു. അവരങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. ഈ സമയം ആ നായകനോട് സംസാരിക്കുന്നു. ഡാ, ഞാൻ നിന്റെ മകളെ മാത്രമാണ് റേപ്പ് ചെയ്തതെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലല്ല. അതിനു മുമ്പ് വേറെ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ കൂടി ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്റെ മകളാണ് ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത്. അവളെ ഞാൻ റേപ്പ് ചെയ്യുന്ന സമയത്ത് അവൾ ഡാഡി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾ നിന്നെ ഒരുപാട് തവണ ഫോൺ വിളിച്ചിരുന്നു, പക്ഷേ നീ ഫോൺ എടുത്തില്ല. അവൾ ആ ഡാഡി എന്ന് വിളിച്ച് കരയുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര കിക്കാണ് തന്നത്. എന്തൊരു രസമായിരുന്നു എന്നറിയോ എന്നൊക്കെ ആ പരനാറി നായകൻ്റെ മുഖത്ത് നോക്കി പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഡോക്ടർ അവൻ്റെ ലിംഗം കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഒരുത്തർ റേപ്പ് ചെയ്തു എന്നറിഞ്ഞാൽ അവനെ നടു റോട്ടിൽ വെച്ച് അവൻ്റെ സാധനം അടിച്ച് പൊട്ടിക്കണം. അതുമാത്രം പോരാ, റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി അല്ലെങ്കിൽ അവളുടെ അച്ഛൻ, അവരുടെ കൈ കൊണ്ട് തന്നെ വേണം അവൻ മരിക്കാൻ. ഒരുത്തൻ്റെ ക്രൂരമായ മരണമായിരിക്കണം ഒരു പെണ്ണിന് നേർക്ക് പോകുന്നവൻ്റെ മനസ്സിൽ ആദ്യം വരേണ്ടത്. അങ്ങനൊരു ചിന്ത വന്ന അവനത് തോന്നരുത്. ആ രീതിയിൽ ക്രൂരമായിരിക്കണം ഒരുത്തൻ്റെ മരണം. അല്ലേ ചങ്ങായിമാരെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വേറെ കുറേ ടീംസ് ഉണ്ട്. ഈ പെണ്ണും അങ്ങനെയൊക്കെ ഇറങ്ങി നടന്നുകൊണ്ടായിരിക്കുമല്ലോ അവന്മാർ പിടിച്ച് റേപ്പ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അങ്ങനെ വെറും വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ പെങ്ങളോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമായിരുന്നോ? ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഗോവിന്ദച്ചാമീനൊക്കെ തീറ്റി പോറ്റിക്കുന്നുണ്ട്. നല്ല കറുത്ത് കരിമ്പനായിരുന്ന ചെക്കനൊക്കെ ഇപ്പോൾ അകത്ത് പോയിട്ട് തിരിച്ച് നമ്മളിപ്പോൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോഴേ നല്ല തടിച്ച് സുന്ദര കുട്ടപ്പൻ. എന്തിനാണ് ഇങ്ങനൊരു എന്താ പറയുക പ്രഹസനമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരിക്കും റേപ്പ് ചെയ്യുന്ന ഓരോരുത്തരും ഇതുപോലുള്ള ക്രൂരമായ ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഏതൊരു പെണ്ണിനും അർദ്ധരാത്രി പോലും പുറത്തിറങ്ങാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ എന്നാണ് എൻ്റെ അഭിപ്രായം. എനിവേ, നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം. സിനിമയുടെ ക്ലൈമാക്സിൽ പോലീസുകാർ വന്നിട്ട് നായകനെ അറസ്റ്റ് ചെയ്യും. കിഡ്നാപ്പ് ആൻഡ് അറ്റംപ്റ്റ് ടു മർഡർ എന്ന കേസാണ് ചാർജ് ചെയ്യുന്നത്. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മീഡിയക്കാരൊക്കെ വന്നിട്ട് ചോദിക്കും, ഒരുത്തൻ തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് അവനെ നമ്മൾ തന്നെ പോയിട്ട് ശിക്ഷിക്കുന്നത് ശരിയാണോ എന്ന്. അപ്പോൾ ഹീറോ പറയും, അല്ല, തീർച്ചയായും അല്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവൻ ചെയ്തത് ഏറ്റവും വലിയ ക്രൂരതയാണ്, ഏറ്റവും വലിയ തെറ്റാണ്. അതിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ മതിയാകൂ. നമ്മുടെ നിയമം അത് നൽകുകയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് ഹീറോ മറുപടി പറയുന്നു. അങ്ങനെ പോലീസുകാർ ഹീറോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതോടെ സിനിമയും അവസാനിക്കുന്നു. ഇനി നിങ്ങൾ പറ, ഒരുത്തൻ ഒരു കൊച്ചു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്ന് അവളെ വഴിയോരത്ത് വലിച്ചെറിഞ്ഞു പോയാൽ അവനെ പിടിച്ചുകൊണ്ടുപോയിട്ട് നിയമപരമായ ശിക്ഷകൾ എന്ന് പറഞ്ഞിട്ട് ജയിലിലിട്ട് ഭക്ഷണം കൊടുത്ത് തീറ്റി പോറ്റണോ? അതോ അവനെ ഇതുപോലുള്ള ശിക്ഷകൾ നൽകി കൊല്ലാതെ കൊല്ലണോ എന്ന് നിങ്ങൾ തന്നെ പറ. സ്ത്രീകളെ തൊട്ടാൽ വെട്ടേണ്ടത് അവൻ്റെ തലയല്ല, അവൻ്റെ ലിംഗമാണ്. അതുണ്ടെങ്കിലല്ലേ നീയൊക്കെ ആണാണെന്നും പറഞ്ഞിട്ട് നടക്കുള്ളൂ, അതും തൂക്കിയിട്ട് നടക്കുള്ളൂ. ഇല്ലെങ്കിൽ അതൊന്നും നടക്കാൻ പറ്റില്ലല്ലോ, ഒരു മൂലക്ക് കുത്തിയിരുന്നോളല്ലോ. ശരിയല്ലേ? സോറി, ഒരുപാട് നീട്ടി വലിച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇമോഷൻ ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ അതങ്ങ് കൂടിപ്പോയത്. അപ്പോൾ ഏതായാലും ഈ സിനിമയും കഥയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ ചിന്തകൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യങ്ങൾ ഓരോന്നും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വെച്ചങ്ങ് നീണ്ടുപോയത്, വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചു പോയത്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ